അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ആശപൂർണാദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു കഥയാണ്. ഇത് ആശപൂർണാദേവി എന്ന് പറയുന്നത് 1909 മുതൽ 1995 വരെ ജീവിച്ച ഒരു ബംഗാളി നോവലിസ്റ്റും കവിയത്രിയൊക്കെയാണ്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു കഥ അത് ബേസിക്കലി ബംഗാളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അതിനെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രസഞ്ജിത് ഗുപ്ത എന്ന് പറയുന്ന ഒരാളാണ്. അത് പ്രശസ്തനായിട്ടുള്ളൊരു ട്രാൻസ്ലേറ്ററും കൂടെയാണ്. അപ്പോൾ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അത് സ്ത്രീകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദർ ആർ 2 ways ഓഫ് സ്പ്രെഡിങ് ലൈറ്റ്. പ്രകാശം പരത്താൻ അവിടെ 2 വഴികളുണ്ട്. ടു ബി ദ കാൻഡിൽ, ഒന്ന് എന്താണ് മെഴുകുതിരിയാവുക എന്നുള്ളത്, ഓർ അല്ലെങ്കിൽ ദ മിറർ ദാറ്റ് റിഫ്ലക്റ്റ് ഇറ്റ്സ്, അതിനെ പ്രകാശിപ്പിക്കുന്ന അതിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാവുക എന്നുള്ളത്. വുമൻ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീങ് എ കാൻഡിൽ ഓർ എ മിറർ. സ്ത്രീകൾക്ക് ക്യാൻഡിലാകുന്നതിൻ്റെയും മിററാകുന്നതിൻ്റെയും ഇടയിൽ ചൂസ് ചെയ്യാൻ കഴിയും, ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. ആൻഡ് വർക്ക് ഫോർ ദെയർ ഓൺ ഇമാൻസിപ്പേഷൻ, അവരുടെ സ്വയം മോചനത്തിന് വേണ്ടിയും, ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു കം, വരാനിരിക്കുന്ന സമൂഹത്തിൻ്റെ ജനറേഷൻ്റെ അവരുടെ മോചനത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. മാച്ച് ബോക്സ്, ആശപൂർണാദേവി. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കൂട് എന്നർത്ഥം. ഐ ആൾവേസ് കമ്പയർ വുമൻ ടു മാച്ച് ബോക്സ്. ഞാൻ എപ്പോഴും സ്ത്രീകളെ ഈ മാച്ച് ബോക്സിനോടാണ് കമ്പയർ ചെയ്യുന്നത്. വൈ, എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദി വേ മാച്ച് ബോക്സസ് ആർ. ഈ മാച്ച് ബോക്സുകൾ എങ്ങനെയാണോ ഏത് രീതിയിലാണുള്ളത് അത് കാരണം തന്നെയാണ് ഞാൻ സ്ത്രീകളെയും മാച്ച് ബോക്സസിനെയും കമ്പയർ ചെയ്യുന്നത്. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. ഈ മാച്ച് ബോക്സസിന് 100 ലങ്കകൾ, ലങ്ക അറിയാലോ, രാമായണത്തിൽ ഉള്ള രാമൻ്റെ ഭാര്യ സീതയെ രാവണൻ തട്ടുകൊണ്ടുപോയിട്ട് പാർപ്പിച്ചിരുന്ന രാവണൻ്റെ അസുര രാജാവായിട്ടുള്ള രാവണൻ്റെ കൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ലങ്ക. പിന്നീട് ഹനുമാൻ അത് വാലിൽ തീ കൊടുത്തി കത്തിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ 100 ലങ്കകളെ കത്തിക്കുവാൻ മാത്രം കഴിയുന്ന ഗൺ പൗഡർ എന്തിലുണ്ട്? ഈ മാച്ച് ബോക്സിലുണ്ട്. പക്ഷേ ദേ സിറ്റ് അറൗണ്ട്, അത് ഇരിക്കുന്നു മീക്ക്, ശാന്തമായിട്ട്. മീക്ക് എന്ന് പറഞ്ഞാൽ ക്വയറ്റ് എന്നർത്ഥം. ശാന്തമായിട്ടിരിക്കുന്നു, ആൻഡ് ഇന്നസെൻ്റ് ആയിട്ടിരിക്കുന്നു ഇൻ ദ കിച്ചണിൽ, ഇൻ ദി പാൻട്രി. പാൻട്രി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോർ റൂം, ഭക്ഷണമൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന സ്റ്റോർ റൂം എന്നർത്ഥം. അവിടെ ഇരിക്കുന്നു. ഇൻ ദ ബെഡ്റൂം ഇരിക്കുന്നു. ഹിയർ ദർ, ഇവിടെയും അവിടെയൊക്കെ ഇരിക്കുന്നു. എനിവേർ, എല്ലായിടത്തും എന്തിരിക്കുന്നുണ്ട്? ഈ മാച്ച് ബോക്സ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു 100 ലങ്കയെ കത്തിക്കാനുള്ള പവർ ഉണ്ടായിട്ട് കൂടിയും കിച്ചണിലും ഇത്തരത്തിലുള്ള സ്റ്റോർ റൂമിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് ആരിരിക്കുന്നത്? മാച്ച് ബോക്സ് നിൽക്കുന്നത്. വുമൻ ടു, സ്ത്രീകളും ആർ എക്സാക്ട്ലി ദ സെയിം, ഇതുപോലെ തന്നെയാണ്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്കൊരു ഉദാഹരണം വേണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് ഇനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. എന്നാൽ നമ്മുടെ മുൻപിലുള്ള ആ വലിയ 3 നിലയുള്ള വീട്ടിലേക്ക് ശ്രദ്ധയോടെ നോക്കൂ. സൺഡേ മോർണിംഗ്, ഞായറാഴ്ച രാവിലെയാണ്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. ഈ അലക്കുകാരൻ, വസ്ത്രം കഴുകാനുള്ള ആ മനുഷ്യൻ വന്നിട്ടുണ്ട്, അദ്ദേഹം കാത്തിരിക്കുകയാണ്. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിസ് ഡേർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ. വാഷർമാന് ഈ അജിത്തിൻ്റെ ചളി പുരണ്ട വസ്ത്രങ്ങൾ കൈമാറുന്നതിന് മുമ്പ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. കൂട്ടം. ഹീപ്പ് എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് തിങ്സ് ത്രോൺ വൺ ആൻഡ് അനദർ. കൂട്ടം, ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് എറിയപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളുടെ കൂട്ടത്തിനാണ് ഹീപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ ചളി പുരണ്ട വസ്ത്രത്തിൻ്റെ കൂട്ടം കൈമാറുന്നതിന് കുറച്ച് മുമ്പ് നൊമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം. അവസാനമായിട്ട് നൊമിത എന്ത് ചെയ്തു? ഈ വസ്ത്രത്തിലുള്ള പോക്കറ്റുകളിലൂടെയൊക്കെ ഒന്ന് പോയി, അതിലൊക്കെ കൈയിട്ടു എന്നർത്ഥം. ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടി? ഒരു കത്ത് കണ്ടെത്തി, ഒരു കത്ത് കിട്ടി. എ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ചുരുണ്ട. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ചുരുട്ടുക എന്നർത്ഥം. ടു ക്രഷ് സംതിങ് ഇൻ ടു ഫോൾഡ്സ്, ചുരുട്ട് മടക്കുന്നതിനാണ് ക്രംബിൾ എന്ന് പറയാം. അപ്പോൾ ഒരു മടക്കി വെക്കപ്പെട്ട ചുരുട്ടപ്പെട്ട എൻവലപ്പ്, ഒരു കത്ത്. വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ, അതിൻ്റെ മുൻഭാഗം എന്ത് കീറപ്പെട്ടിട്ടുണ്ട്? ടോൺ, കീറപ്പെട്ടിട്ടുണ്ട്. ടിയർ അതിൻ്റെ പാസ്റ്റ് പാർട്ടിക്കിളാണ് ടോൺ, കീറപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഓൺ ദി ഇൻവലപ്പ്, ആ ഒരു ഇൻവലപ്പിൽ നമിതാസ് നെയിം, അതിൻ്റെ മുകളിൽ എന്തുണ്ട്? നമിതയുടെ പേരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കത്ത് നമിതയ്ക്ക് കിട്ടി. എ ഫ്ലൈങ് ഗോസ് അപ് ഡോപ്പ് ഇൻ ഓൾ നമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നമിതയുടെ ഞരമ്പിലൂടെയും നാഡികളിലൂടെയും ഒക്കെ
ഒരു തീജ്വാല മുകളിലേക്ക് കയറിപ്പോയി. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ്. ഈ ഗോ അപ്പ് ഡോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കയറി പോകുന്നതിനാണ് ഡോപ്പ് എന്ന് പറയാം. എ ഫ്ലെയിം, അതധികവും ഇങ്ങനെ ഈ ഫ്ലെയിമിൻ്റെ കൂടെയാണ് ഈ ഡോപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്, തീ കത്തിപ്പോകുന്നതിന്. ഒരു തീനാളം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ആൾ നമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നമിതയുടെ എല്ലാ നാഡി നരമ്പുകളുടെയും ഒരു തീജ്വാല കടന്നുപോയി. ഷി ഡ്രോപ്പ് ദ ക്ലോത്ത്സ് ഇൻ ഹർ ഹാൻഡ്. അവൾ തൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങൾ ഇട്ടു. ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ആ ലെറ്റർ തുറക്കാൻ വേണ്ടി ബെഡിലിരുന്നു. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. അവൾ ആദ്യം നോക്കിയത് എന്താണ്? ഡേറ്റാണ്. ഗോയിങ് ബൈ ദ ഡേറ്റ്, ഡേറ്റിലൂടെ പോയപ്പോൾ ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. ഒരു 3 ദിവസം മുമ്പെങ്കിലും ഈ കത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. ഷി ടേൺസ് ഓവർ ദി എൻവലപ്പ്. അവൾ ഈ എൻവലപ്പിൻ്റെ കത്തൊന്ന് മറിച്ചു നോക്കി. ആൻഡ് മാച്ചസ് ദി പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ഈ പോസ്റ്റ് മാർക്കും ഡേറ്റും തമ്മിൽ മാച്ച് ഉണ്ടോ എന്ന് നോക്കി. പോസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ an official mark placed over the stamp on a letter that shown when and or where it was posted. ഈ കത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന സ്റ്റാമ്പ് ഉണ്ടല്ലോ, ആ സ്റ്റാമ്പിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ഒഫീഷ്യൽ മാർക്കാണ് ഈ പോസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ആ പോസ്റ്റ് മാർക്ക് നോക്കിയാൽ ഇത് എപ്പോഴാണ്, എവിടെ നിന്നാണ് ഇത് കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഈ പോസ്റ്റ് മാർക്കും ഡേറ്റും കൂടി മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ദാറ്റ് ടു ബി ഈസ് ദ സെയിം വിറ്റ്നസ്. അതും ഈ ഒരു സാക്ഷ്യം തന്നെയാണ് വഹിക്കുന്നത്, ഈ ഒരു കാര്യം തന്നെയാണ് അതും തെളിയിക്കുന്നത്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. ഈ ലെറ്റർ 3 ദിവസം മുമ്പ് വന്നതാണ്. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്. അജിത്ത് അത് വായിച്ചിട്ടുണ്ട്, അത് തുറന്നിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്. ദെൻ ക്രംബിൾഡ് ഇറ്റ്. അതെന്ത് ചെയ്തു? ചുരുട്ടി വെച്ചു. ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ്. അത് ചുരുട്ടി വെച്ചു. ആൻഡ് ഡ്രോപ്പ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്. അവൻ്റെ പോക്കറ്റിലേക്ക് അത് വലിച്ചെറിഞ്ഞു. ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ. അത് അവിടെ തന്നെ കിടന്നു. hasn't felt the need to mention it even once to നമിത. തൻ്റെ അമ്മയായ നമിതയോട് ഒരിക്കലെങ്കിലും അത് പറയേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ലാത്ത പോലെ. hasn't felt, അവന് തോന്നിയിട്ടില്ല, the need, ആവശ്യം, to mention it even once to നമിത. ഒരിക്കലെങ്കിലും നമിതയോട് ഈ ഒരു കാര്യം പറയാൻ, സൂചിപ്പിക്കാനെങ്കിലും അവന് തോന്നിയില്ല. the flame that had gone up top now burns steadily. മുകളിലേക്ക് കയറിപ്പോയിട്ടുള്ള ആ തീനാളം ഇപ്പോൾ ശരിക്കും നിന്ന് കത്തുന്നുണ്ട്. ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ സൗണ്ട് ലൈക്ക് എ ലോങ് എസ്. ഈ തീയ കത്തുമ്പോണ്ടാകുന്ന എസ് എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നതിനാണ് ഹിസ്സിങ് എന്ന് പറയാം. അതുണ്ടാക്കിക്കൊണ്ട് സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹെർ മൈൻഡ് സ്ട്രിങ്സ്. അതിൻ്റെ ഓരോ മെസ്സേജ്, നോട്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്നർത്ഥം. ഇത് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ വാർത്തയും മെസ്സേജും എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ മനസ്സിൻ്റെ നൂലുകൾ, സ്ട്രിങ്സ്, നൂലുകളിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്നതായിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ ഒരവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. കാരണം ദിസ് ഇൻസിഡൻറ്റ്, ഈ ഒരു സംഭവം ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. ഓവർസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിസ്റ്റേക്ക്, തെറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം സാധാരണ ഉണ്ടാകുന്ന ഒരു തെറ്റല്ല, അറിയാതെ ഉണ്ടാകുന്ന ഒരു തെറ്റല്ല എന്ന് ഉദ്ദേശം. ഇറ്റ്സ് ഡെലിബറേറ്റ് മീൻസ് ഡൺ ഇൻറ്റൻഷനലി. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് അറിയാതെ വന്നുപോയ, അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റല്ല, ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. സംഹൗ, എങ്ങനെയാണെങ്കിലും, ഹി ഹാസ് ഗെയിൻഡ് പൊസഷൻ, എങ്ങനെയോ, സംഹൗ, എങ്ങനെയോ, ഹി ഹാസ് ഗെയിൻഡ് പൊസഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. ലെറ്റർ ബോക്സിൻ്റെ കീ, ആ താക്കോലിൻ്റെ അവകാശം. പൊസഷൻ എന്ന് പറഞ്ഞാൽ അത് കൈക്കലാക്കുക, അത് അവകാശപ്പെടുക, പൊസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആ ഒരു അവകാശം അവൻ എങ്ങനെയോ നേടിയെടുത്തിട്ടുണ്ട്. ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദി 52 hands ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി. ഈ ഒരു ജോയിൻറ്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിലെ 52 കൈകൾക്കിടയിലുള്ള ഗ്യാപ്പുകളിലൂടെ അന്വേഷിച്ചുകൊണ്ട്. ഫിഷ് ത്രൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടു സെർച്ച്, അന്വേഷിക്കുക. അപ്പോൾ ഇത് ഇവരുടേത് എന്താണ്? ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്, ഒരുപാട് ആളുകളുടെ ജോയിൻറ്റ് ഫാമിലിയാണ്. എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിലിയാണെന്ന് കുറച്ച് വായിച്ചാലും മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ 52 കൈകൾക്കിടയിലൂടെയുള്ള ഗ്യാപ്പിലൂടെ ഇവനെന്ത് അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് ഈ ലെറ്റർ ബോക്സിൻ്റെ താക്കോൽ ഇവനെന്ത് കൈവശം വെച്ചിട്ടുണ്ട്. ആൻഡ് whenever there is a letter with നമിതാസ് നെയിം ഓൺ ദ envelope, ഈ എൻവലപ്പിൽ നമിതയുടെ പേരുള്ള ഒരു കത്ത് കിട്ടുമ്പോൾ he opens it and reads its parts. അവനാണ് അത് ആദ്യം തുറക്കുന്നതും വായിക്കുന്നതും. and only then does he give it to her. എന്നിട്ട് മാത്രമേ അവനത് അവൾക്ക് നൽകിയിട്ടുള്ളൂ. it's possible, സാധ്യതയുണ്ട്, that oftentimes, ചില സമയങ്ങളിൽ he doesn't give it to her at all. അവൾക്കത് തീരെ
എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ദാറ്റ്സ് ദ സസ്പീഷൻ ദാറ്റ് ഹാസ് ടേക്കൺ റൂട്ട്. ദാറ്റ്സ് ദി സസ്പീഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയം അവളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. ടേക്കൺ ഡീപ്പ് റൂട്ട്, അത് അഗാധമായി ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇൻ നമിതാസ് മൈൻഡ്, നമിതയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയം എന്ത് വന്നിട്ടുള്ളത്, വളർന്നു വന്നിട്ടുള്ളത്. ഈവൻ ദോ, എന്നിരുന്നാലും ടു ദിസ് ഡേ, ഇന്ന് വരെ അജിത് കനോട്ട് ട്രൂത്ത്ഫുള്ളി മേക്ക് ദ ക്ലൈം, അജിത്തിന് സത്യസന്ധമായിട്ട് വാദിക്കാൻ കഴിഞ്ഞിട്ടില്ല ദാറ്റ് ഹി ഹാസ് ബീൻ ആബിൾ, അവന് സാധിച്ചിട്ടുണ്ടെന്ന് ടു ഡിസ്കവർ, കണ്ടെത്താൻ എനി ലെറ്റർ ഇൻ ദി സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്, ചെറിയ തോതിലെങ്കിലും സംശയാസ്പദമായിട്ടുള്ള ഒരു ചെറിയ കത്തെങ്കിലും കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അജിത്തിന് വാദിക്കാൻ കഴിയില്ല. അജിത്ത് എന്താണ് നേരത്തെ പറഞ്ഞത്, ഞാൻ അമ്മയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ, എക്സ്ട്രീംലി സോറി. അജിത്തിൻ്റെ വൈഫാണ് ആര്, നമിത എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമിത വൈഫായിട്ട് നമിതയ്ക്ക് വരുന്ന കത്തുകളെല്ലാം തന്നെയും അജിത്താണ് ആദ്യം പൊട്ടിച്ച് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചാലും ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, നമിതയ്ക്ക് വന്നിട്ടുള്ള കത്തുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സംശയം ഉണ്ടാക്കുവാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല, അജിത്തിന് കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ ഇപ്പോഴും ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് ബോൺ ഗൗ, അവൻ്റെ ഈ അജിത്തിൻ്റെ ഈ ഒരു മോശമായിട്ടുള്ള സ്വഭാവം, വോൺ ഗൗ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ടു ബി അക്സെപ്റ്റബിൾ, ഇതിവിടെ അംഗീകരിക്കാൻ കഴിയില്ല. നോട്ട് വിത്ത് നൊമിതാസ് ആങ്കർ, നമിതയുടെ ദേഷ്യത്തിന് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഒഫൻസ് മീൻസ് ടേക്ക് ഇൻ സീരിയസ്. അപ്പോൾ അവളുടെ ഈ സീരിയസ് ആയിട്ട് അവളത് എടുത്താൽ അതിനോട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, കഴിപ്പുള്ള ഈ ഒരു റിപ്രോച്ച് മീൻസ് ബ്ലൈം ഓർ ക്രിറ്റിസിസം, ഈ ഒരു ആക്ഷേപത്തോട് കൂടെ ഇവൻ്റെ ഈ ഒരു സ്വഭാവം, അജിത്തിൻ്റെ സ്വഭാവം അംഗീകരിക്കാൻ കഴിയില്ല. ഹെർ ട്രൈയിങ് ടു ഷെയിം ഹിം, അവനെ ഷെയിമാക്കാൻ, മോശമാക്കുവാൻ ഉള്ള അവളുടെ ആ ഒരു പരിശ്രമത്തോടും ഇതെന്താവില്ല, നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. നോട്ട് വിത്ത് എനിത്തിങ്, ഒരു കാര്യത്തോടും, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇനി ഒരു കാര്യത്തോടും ഈ അജിത്തിൻ്റെ ഈ മോശപ്പെട്ട ഈ സ്വഭാവത്തോടു കൂടി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, ഈ ഒരു കാര്യം അവൾ പറഞ്ഞാൽ, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, അവനത് തള്ളിക്കളയാൻ ശ്രമിക്കും, ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ശ്രമിക്കും. ആൻഡ് ഇഫ് ലാഫ്റ്റർ ഡസൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ, ഇൻ ഡീപ്പ് വാട്ടർ മീൻസ് ഇൻ ട്രബിൾ ഓർ ഡിഫിക്കൽട്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പ്രയാസത്തിലാകുമ്പോഴാണ് ഇൻ ഡീപ്പ് വാട്ടർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചിരി, ഇഫ് ലാഫ്റ്റർ ഡസൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, ഈ ഒരു ചിരി അവനെ ആ ഒരു പ്രശ്നത്തിൻ്റെ പുറത്തേക്ക് എത്തിച്ചില്ലെങ്കിൽ, ഈസ് കോൾഡ് സർ, അവൻ അവളോട് ചൂടാകുന്നു. ഓക്കെ, ഈ ഒരു പ്രശ്നം, ചിരിയിൽ ഈ ഒരു പ്രശ്നം ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്തെയും അവളോട് ചൂടാകും. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ്, അവൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു മിനിറ്റ് സമയത്തേക്ക് ഇരുന്നു. ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ, ആ ഒരു കത്തിലൂടെ ഇങ്ങനെ വായിച്ചു പോവാണ്. ഇറ്റ്സ് നത്തിങ് മച്ച്, ഇത് കൂടുതലൊന്നുമില്ല. എ ലെറ്റർ ഫ്രം നമിതാസ് മദർ, നബിനയുടെ അമ്മയിൽ നിന്നുള്ളൊരു കത്താണത്. ഇറ്റ്സ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്, അത് അവളുടെ ഒരു സാധാരണ രീതിയിലുള്ള സംസാരം തന്നെയാണ്. സാധാരണ എന്താ പറയുക, ദ ഗുഡ് വുമൻ, ആ ഒരു നല്ല സ്ത്രീ. ഈ ഗുഡ് വുമൻ എന്നുള്ളൊരു സർക്കാസം രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നീട് മനസ്സിലാകും. ഹാസ് വൺസ് അഗെയിൻ, അവൾ ഒരിക്കൽ കൂടെ പ്ലേസ് വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ടുണ്ട്? Placed on the record the news of her various hardships and complaints getting worse. അവളുടെ ഈ അമ്മയുടെ, നമിതയുടെ അമ്മയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കംപ്ലൈൻറ്റുകളും ഒക്കെ അത് മോശമായി കൊണ്ടിരിക്കുന്ന ആ ഒരു വാർത്ത തന്നെയാണ് ഈ കത്തിലും സാധാരണ പോലെ പറഞ്ഞിട്ടുള്ളത്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ഈ ദൗർഭാഗ്യങ്ങൾക്ക് പുറമെ ദൗർഭാഗ്യം. ദ സീലിംഗ് ഓഫ് ഹർ റൂം, അവരുടെ മുറിയുടെ ആ ഒരു സീലിംഗ് ഈസ് ക്രാക്ക്ഡ്, അത് പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ദ റെയിൻ വാട്ടർ ഫാൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്, ഈ നിൽക്കാത്ത രൂപത്തിൽ ഈ മഴവെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഒരിക്കലും നിൽക്കാത്ത രൂപത്തിൽ മഴവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ അമ്മ പറയുന്നുണ്ട്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മ്യൂണിറ്റി റിമഡിയേറ്റ്, ഇത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ, റെമഡി എന്ന് പറഞ്ഞാൽ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ, ഷീ വിൽ ഹാവ് ടു ഡൈ, അവൾക്ക് മരിക്കേണ്ടി വരും. ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് എ ക്ലാപ്സ്ഡ് റൂഫ്, ഒരു തകർന്നു വീണ റൂഫിൻ്റെ ഭാരത്തിനു കീഴെ ഞെരിഞ്ഞമർന്നുകൊണ്ട് അവൾക്ക് മരിക്കേണ്ടി വരും. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വലി, അവൾ എന്ത് ചെയ്യുന്നില്ല, പേടിക്കുന്നില്ല. ഡ്രെഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, പേടിക്കുക. ടു ബി വെരി അഫ്രൈഡ് ഓഫ് സംതിങ്, അവൾ പേടിക്കുന്നില്ല. എന്ത്? ദാറ്റ് ഇവൻച്വലിറ്റി എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് സംഭവിക്കുക എന്നർത്ഥം.
അപ്പോൾ അവസാനം എങ്ങനെയായാലും ഈ ഒരു സംഗതി സംഭവിക്കും എന്ന് അവർ പേടിക്കുന്നില്ല. കാരണം എന്താ? ഹെർ ഡോട്ടർ, അവളുടെ മകൾ ഈസ് എ ക്വീൻ, ഒരു രാജ്ഞിയാണ്. ഹെർ സൺ ലോ, അവളുടെ മരുമകൻ എന്താകുന്നു? ഹൈ മൈൻഡഡ് മീൻസ് ഹാവിങ് സ്ട്രോങ് പ്രിൻസിപ്പൾസ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രിൻസിപ്പൾ ഉള്ള ഒരാളാണ്. ലാർജ് ഹാർട്ടഡ്, നല്ല വിശാല മനസ്കനാണ്. ദെർഫോർ, അതുകൊണ്ട് എക്സെട്ര. അപ്പോൾ അവളുടെ മകൾ, ഈ അമ്മയുടെ മകൾ ഒരു രാജ്ഞിയാണ്, മരുമകന് നല്ല വിശാല മനസ്കനാണ്. ആയതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഈ റൂഫ് പൊളിഞ്ഞു വീണിട്ട് അതിൻ്റെ താഴെ കിടന്ന് മരിക്കേണ്ടി വരിക എന്നുള്ളൊരവസ്ഥ ഉണ്ടാകും എന്നെന്ത് ചെയ്യണം, ഈ അമ്മ പേടിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. വാഹർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.